Hello everyone, welcome back to Literary Hurdles. Let's learn together. Today we are discussing the poem The Old Prison. It's written by Judith Wright and it's a small poem and beautiful too. Let's see more about Judith Wright. Judith Wright was an Australian poet, environmentalist and a short story writer who published more than 50 books. Judith Wright was also an uncompromising environmentalist and social activist campaigning for Aboriginal land rights. 1915 ഓസ്ട്രേലിയയിൽ ജനിച്ച ജൂഡിത്ത് റൈറ്റ് ഒരു പോയറ്റും പ്രകൃതി സ്നേഹിയും ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്ററുമൊക്കെയായിരുന്നു. 50-ലേറെ ബുക്സ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓസ്ട്രേലിയയിലെ അബോറിജിനൽ ലാൻഡ് റൈറ്റ്സിന് വേണ്ടിയിട്ട് ശക്തമായി വാദിച്ചിരുന്ന ഒരു എൻവയോൺമെൻ്റലിസ്റ്റ് കൂടിയായിരുന്നു ജൂഡിത്ത് റൈറ്റ്. അബോറിജിനൽ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഇൻ എ ലാൻഡ് ഫ്രം ദ ഏർലിയസ്റ്റ്, അതായത് കാലങ്ങളായിട്ട് ഒരു പെർട്ടിക്കുലർ ലാൻഡിൽ ജീവിച്ചിരിക്കുന്നവർ. ജൂഡിത്ത് റൈറ്റ് വാസ് ദ ഓഥർ ഓഫ് സെവറൽ കളക്ഷൻസ് ഓഫ് പോയട്രി ഇൻക്ലൂഡിംഗ് ദ മൂവിംഗ് ഇമേജ്, Women to Man, The Gateway, The Two Fires, Birds, The Other Half, Shadow, Hunting Snake, etc. Her works are noted for a keen focus on the Australian environment, which began to gain prominence in Australian art in the years following World War II. She deals with the relationship between settlers, indigenous Australians and environment. Judith Wright is known for her strong imagery. ജൂഡിത്ത് റൈറ്റ് ഒരുപാട് പോയട്രി കളക്ഷൻസ് എഴുതിയിട്ടുണ്ട്. അവയിൽ തന്നെ വളരെ ഫേമസ് ആയവയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവരുടെ വർക്ക്സിലൊക്കെയും ഓസ്ട്രേലിയയിലെ എൻവയോൺമെൻറ്റ് ഒരു കേന്ദ്ര കഥാപാത്രമായിരിക്കും. വേൾഡ് വാർ സെക്കൻഡിന് ശേഷമുള്ള ടൈമിലായിരുന്നു ഈ വർക്കുകളെല്ലാം ശ്രദ്ധ നേടിയത്. അതുപോലെ തന്നെ ദ റിയൽ ഓസ്ട്രേലിയൻസ് അഥവാ ഏർലിയസ്റ്റ് ടൈം മുതലേ ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന സ്വദേശികൾ, അതുപോലെ ഓസ്ട്രേലിയയിൽ സെറ്റിലായിരിക്കുന്ന സെറ്റിലേഴ്സ്, ഇവർ തമ്മിലുള്ള റിലേഷൻസും ജൂഡിത്ത് റൈറ്റിൻ്റെ വർക്കുകളിൽ കാണാനാവും. ജൂഡിത്ത് റൈറ്റിനെ വ്യത്യസ്തയാക്കുന്ന മറ്റൊരു കാര്യമാണ് അവരുടെ വർക്കുകളിൽ അവർ യൂസ് ചെയ്യുന്ന സ്ട്രോങ് ഇമേജറീസ്. ഓരോ ഇമേജറീസും നമുക്ക് മുമ്പിൽ കൃത്യമായി കാണുന്നത് പോലെ റീഡേഴ്സിന് അനുഭവപ്പെടും. അത്തരത്തിലുള്ള ഒരു ചെറിയ പോമാണ് ദ ഓൾഡ് പ്രിസൺ. ഇനി നമുക്ക് പോത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു ദ പോം. ദ പോം ഓൾഡ് പ്രിസൺ ഇസ് ടേക്കൻ ഫ്രം ദ വോളിയം കളക്റ്റഡ് പോംസ് 1942 to 1985. The theme of the poem is based on war and the whole poem is set in a melancholic tone. The old prison is referred to in the poem as In the Ruins at Trial Bay near Southwest Rocks, Kempsey, New South Wales. The poem is about a convict built jail and the emotional elegies that spread through the premises of Trial Bay, where the jail stands. ജൂഡിത്ത് റൈറ്റിൻ്റെ കളക്റ്റഡ് പോംസ് എന്ന വോളിയത്തിൽ നിന്നാണ് ഓൾഡ് പ്രിസൺ എന്ന ഈ പോം എടുത്തിരിക്കുന്നത്. ഈ പോത്തിൻ്റെ തീം വാർ തന്നെയാണ്. ഓൾഡ് പ്രിസൺ, വാർ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു ഹാപ്പി മൂഡിലുള്ളൊരു പോമേ അല്ല എന്ന്. ഒരു സാഡസ്റ്റ് ടച്ചുള്ള ഒരു പോമാണിത്. ഇവിടെ റെഫർ ചെയ്തിരിക്കുന്ന പ്രിസൺ എന്ന് പറയുന്നത് ന്യൂ സൗത്ത് വെയിൽസ് എന്ന് പറയുന്ന സ്ഥലത്ത് ട്രയൽ ബേ എന്ന പേരുള്ള കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. ആകെ നശിച്ചു കിടക്കുകയാണ് ആ പ്രിസൺ. ആ പ്രിസനെക്കുറിച്ചും അവിടുത്തെ ചുറ്റുപാടിനെക്കുറിച്ചുമൊക്കെയാണ് ഈ പോം നമ്മളോട് പറയുന്നത്. പോയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. ദ ജയിൽ വാസ് അബാൻഡൻഡ് ഇൻ 1903. ഡ്യൂറിംഗ് വേൾഡ് വാർ I, about 500 German soldiers were held here and it again closed in 1922. She also refers to the mutiny happened in a ship trial between the convicts in 1816, which caused the vessel's destruction near this bay, and the bay was then named after the wrecked ship. In 1879, the works began for the construction of the jail, a place for the confinement of prisoners. 1879 തടവുകാരെ പാർപ്പിക്കാനായി ഈ പ്രിസൺ ഇവിടെ പണി കഴിപ്പിക്കുന്നത്. 1903 ഈ ജയിൽ ഉപേക്ഷിക്കപ്പെട്ടു. വീണ്ടും ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ടൈമിൽ 500ഓളം ജർമ്മൻ സോൾജിയേഴ്സിനെ ഇവിടെ തടവിലാക്കിയിരുന്നു. എന്നാൽ 1922 ഈ ജയിൽ വീണ്ടും ക്ലോസ് ചെയ്തു. അതുപോലെ തന്നെ ഈ പോയിറ്റ് ഇവിടെ റെഫർ ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടി പറയാം. ചരിത്രം പരിശോധിച്ചാൽ ഈ എൻവയോൺമെൻറ്റിന് ഒരു ഷിപ്പ്റെക്കിൻ്റെ സ്റ്റോറി പറയാനുണ്ടാവും. 1816 1816 ട്രയൽ എന്ന പേരുള്ള ഒരു ഷിപ്പിലെ യാത്രക്കാർ ആ ഷിപ്പിലുള്ള കുറച്ചധികം പണത്തിന് വേണ്ടി ഒരു കലാപം തന്നെ ഉണ്ടാക്കി. അതിൻ്റെ ഫലമായി ഷിപ്പ് മുങ്ങുകയും ചെയ്തു. ചരിത്രത്തിലെ തന്നെ കപ്പൽ ദുരന്തങ്ങളിൽ മുൻനിരയിലുള്ള ഒന്നാണ് ട്രയൽ എന്ന ഷിപ്പിൻ്റെ അപകടം. അന്നു മുതൽ ആ സ്ഥലം ആ കപ്പലിൻ്റെ പേരിൽ ട്രയൽ ബേ എന്നറിയപ്പെട്ടു. Now the jail is in its ruin out of the consequences of the war and equally by the destruction caused by the sea rampage and the wind as well. Judith Wright was affected by the sight when she visited there, which led her to making her own observations in this poem. The poem is filled with imagery that explains to the readers about her views on human conflicts during the colonizing of Australia in 1800s. ഈ ജയിലിൻ്റെ പ്രസന്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ആകെ പരിതാപകരമാണ്.
യുദ്ധവും കടലാക്രമണവും അത്യാവശ്യം ശക്തിയായി വീശുന്ന കാറ്റുമൊക്കെ ഈ ജയിലിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ നാശത്തിന് കാരണമായി. ഒരിക്കൽ ഈ സ്ഥലത്ത് വിസിറ്റ് നടത്തിയ ജൂഡിത്ത് റൈറ്റിൻ്റെ മൈൻഡിലേക്ക് ഈ പ്ലേസ് വല്ലാണ്ടങ്ങ് കയറി. ഈ പോയത്തിലൂടെ അവർ നടത്തിയ ഒബ്സർവേഷൻസ് ആണ് നമ്മളോട് അവർ കൺവേ ചെയ്യുന്നത്. 1800-കളിൽ ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഐലൻഡിനെ കോളനി ആക്കിയതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇവിടെ ഉയർന്നു പൊങ്ങി നിൽക്കുന്ന ഈ ജയിൽ. ഹ്യൂമൻ കോൺഫ്ലിക്ട്സിനെയൊക്കെ കുറിച്ചുള്ള അവരുടെ വ്യൂസാണ് ജൂഡിത്ത് റൈറ്റ് ഈ പോയത്തിലൂടെ നമ്മളോട് കൺവേ ചെയ്യുന്നത്. ഇനി നമുക്ക് പോയത്തിലേക്ക് പോവാം. ദ ഓൾഡ് പ്രിസൺ. ദ റോസ് ഓഫ് ദ സെൽസ് ആർ അൺറൂഫ്ഡ്, എ ഫ്ലൂട്ട് ഫോർ ദ വിൻഡ്സ് മൗത്ത്, ഹു കംസ് വിത്ത് എ ബ്രെത്ത് ഓഫ് ഐസ് ഫ്രം ദ ബ്ലൂ കേവ്സ് ഓഫ് ദ സൗത്ത്. O dark and first day, the wind, like an angry bee, hunts for the black honey in the pits of the hollow sea. Waves of the shadow wash the empty shell born bare, and like a barn, it sings a bitter song of air. Who built and labored here? The wind and the sea say, the cold nest is broken, and they are blown away. They did not breed nor laugh, each in his cell alone, cried as the wind now cries through this flute of storm. പോം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൽ ഫസ്റ്റ് സ്റ്റാൻസിൽ തന്നെ പറയുന്ന കാര്യമാണ് അൺറൂഫ്ഡ് സെൽ. ആ സെല്ലുകളെല്ലാം അൺറൂഫ്ഡ് ആണ്, അല്ലെങ്കിൽ അതിന് റൂഫേ ഉണ്ടായിരുന്നില്ല. ദ അൺറൂഫ്ഡ് സെൽ ബിക്കം ഫ്ലൂട്ട്. സോ എങ്ങനെയാണ് ഈ അൺറൂഫ്ഡ് സെല്ലിനെ ഫ്ലൂട്ടുമായിട്ട് നമ്മുടെ ഈ പോയിട്ട് കമ്പയർ ചെയ്യുന്നതെന്ന് നോക്കി വരാം. ദ prison cells that Judith Wright came across have been abandoned long ago. Today the jail is in ruins. The roof of the jail are no longer there for the roofs. It's so terrible, and cold wind is blowing into the cell. As the wind blows across the abandoned prison cells, the sound it makes are airy and sad. For the poet, it sounds like a flute is being played. ഈ prison സെല്ലുകളൊക്കെ വളരെ കാലം മുമ്പ് തന്നെ ഉപേക്ഷിക്കപ്പെട്ടതാണ്. ഇന്നത് വളരെയധികം നശിച്ചു കഴിഞ്ഞു. ഇന്ന് ഈ ജയിലിൻ്റെ ഓരോ റോസിനും റൂഫുകൾ പോലുമില്ല. ആകെ പേടിപ്പെടുത്തുന്ന തരം ഒരു കാഴ്ചയാണത്. സൗത്ത് സീയിൽ നിന്ന് ഐസ് പോലെ തണുത്ത കാറ്റ് സെല്ലുകളിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. ഉപേക്ഷിക്കപ്പെട്ട ഈ സെല്ലുകളിലൂടെ കാറ്റ് സഞ്ചരിക്കുമ്പോൾ എന്തൊക്കെയോ ശോകഗാനം പാടുന്ന പോലെ നമ്മുടെ പോയിറ്റിന് തോന്നിയിരുന്നു. കാറ്റ് മൂളുന്ന ഈ ഗാനം ഒരു പുല്ലാങ്കുഴലിലൂടെ പാടുന്നത് പോലെ നമ്മുടെ പോയിറ്റിന് ഫീൽ ചെയ്യുകയാണ്. സോ സെല്ലുകളിലേക്ക് ശബ്ദമുണ്ടാക്കി കാറ്റിനെ കടത്തിവിടുന്ന അൺറൂഫ്ഡ് സെൽസിനെ ഒരു പുല്ലാങ്കുഴലിനോട് കമ്പയർ ചെയ്യാണ് ഇവിടെ നമ്മുടെ പോയിറ്റ്. ഇത്രയും കാര്യങ്ങളാണ് പോയത്തിൻ്റെ ഫസ്റ്റ് സ്റ്റാൻസയിൽ ജൂഡിത്ത് റൈറ്റ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അടുത്ത സ്റ്റാൻസയിൽ കാറ്റിനെ ആംഗ്രി ബീ എന്ന് വിളിക്കുന്നു. ലെറ്റ്സ് സീ. ദ ചിൽനസ് ഓഫ് ദ എയർ ഇസ് ക്യാരിഡ് ഫ്രം ദ ബ്ലൂ കേവ്സ് ഓഫ് ദ സൗത്ത് മേക്സ് ദ ലൈഫ് ദർ ഇവൻ വോഴ്സ്. റൈറ്റർ കോൾസ് ദ ഡേ ഡാർക്ക് ആൻഡ് ഫേഴ്സ്. Wind rampage the prison like an angry bee who is searching for black honey. The sound it makes could be like that of an angry bee. But the wind does not hunt honey. Rather, the wind is seen as being in search of any life left in the place. There is no living creature existing between the walls of the prison. So like an angry bee, the wind blows across the desolate cells of the prison. First stanzയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സൗത്ത് സീയിൽ നിന്നും ഐസ് പോലെ തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു എന്ന്. ശരിക്കും അവിടെ പാർപ്പിച്ചിരുന്ന തടവുകാർ തണുത്തുറഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. നമ്മുടെ പോയറ്റ് ആ പകലിനെ ഡാർക്ക് എന്നും കഠിനമായത് എന്നും വിളിക്കുന്നു. കാറ്റ് ആ പ്രിസൺ സെൽസിലൂടെ ബ്ലാക്ക് ഹണി തിരഞ്ഞു നടക്കുന്ന ഒരു ആംഗ്രി ബീയെ പോലെ കടന്നു പോകുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ സെൽസിനുള്ളിലൂടെ കാറ്റ് കടന്നു പോകുമ്പോൾ ഉണ്ടാക്കുന്ന ശബ്ദം കേട്ടിട്ടാവണം നമ്മുടെ പോയറ്റ് വിൻഡിനെ ബീയോട്, അതായത് ആംഗ്രി ബീയോട് കമ്പയർ ചെയ്തിരിക്കുന്നത്. ബട്ട് ഇൻ റിയാലിറ്റി കാറ്റൊരിക്കലും ഹണി അന്വേഷിച്ച് പോവാറില്ലല്ലേ. വൈൽഡ് ബീയെ അല്ലെങ്കിൽ ആംഗ്രി ബീയെ പോലെ വിൻഡ് ഓടി നടന്ന് അന്വേഷിക്കുന്നത് ചിലപ്പോൾ എല്ലാവരും ഉപേക്ഷിച്ച് പോയ ആ പ്രിസണിൽ ഇനിയും ആരെങ്കിലും കാണാനാവുമോ എന്ന് പ്രതീക്ഷിച്ചായിരിക്കും. ഇതാണ് നമ്മുടെ പോയിറ്റ് ഇവിടെ പറയുന്നത്. ശരിക്കും ആ പ്രിസൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒരു ലിവിങ് ക്രീച്ചർ പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. സോ ഒരു ആംഗ്രി ബീയെ പോലെ കാറ്റ് മാത്രം ആ പ്രിസൺ സെൽസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ദ വിൻഡ് സെർച്ചസ് നോട്ട് ഓൺലി ഇൻ ദ പ്രിസൺ ബട്ട് ഓൾസോ ഇൻ ദ സീ. The black honey represents the greed of man, and all the incident is now being related to a shipwreck that happened in the bay long ago. There happened a shipwreck near the bay out of a horrible mutiny for some money. Money sank in the sea along with the ship. Maybe it's the reason why the wind keep blowing heavily to regain it. കാറ്റ് പ്രിസണിൽ മാത്രമല്ല ആ ആഴക്കടലിലും ബ്ലാക്ക് ഹണി തിരഞ്ഞു നടക്കുന്നു എന്നാണ് ഈ സ്റ്റാൻസിൽ പോയിട്ട് പറയുന്നത്. ഇവിടെ ബ്ലാക്ക് ഹണി റെപ്രസെൻ്റ് ചെയ്യുന്നത് മനുഷ്യന്മാരുടെ ആർത്തിയെയാണ്. ഇവിടേക്ക് നമ്മുടെ പോയിറ്റ് റിലേറ്റ് ചെയ്യുന്നത് കാലങ്ങൾക്ക് മുമ്പ്
ഈ കടലിൽ സംഭവിച്ച ആ കപ്പൽ ദുരന്തത്തെക്കുറിച്ചാണ്. കുറച്ച് പണത്തിന് വേണ്ടി ആ കപ്പലിലുണ്ടായ ലഹളയെക്കുറിച്ചൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞാണല്ലേ. ആ ഷിപ്പിനോടൊപ്പം ആ പണവും ആ ആഴക്കടലിലേക്ക് മുങ്ങിത്താണ് പോയിരുന്നു. ഇവിടെ നമ്മുടെ പോയറ്റ് പറയുന്നു, കാറ്റ് പ്രിസണിൽ മാത്രമല്ല ആഴക്കടലിലും ഒരു ആംഗ്രി ബീയെ പോലെ ബ്ലാക്ക് ഹണി തിരിഞ്ഞ് നടക്കുകയാണ് എന്ന്. ചിലപ്പോൾ മുങ്ങിത്താണ് പോയ ആ പണം കണ്ടെടുക്കാൻ വേണ്ടിയാവാം എന്നാണ് ഇവിടെ പോയറ്റ് പറയുന്നത്. ഇനി അടുത്ത സ്റ്റാൻസയിൽ പോയറ്റ് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഷാഡോസ് മൂവ് അക്രോസ് ദ എംപ്റ്റി prison cells. The cells are empty and bare, as the prison was abandoned long ago and no one resides there now. The wind gave forth gigantic waves that washed away the remains of the prison, leaving bare stones. And it is singing some bitter songs of the bitter past, with all broken emotions. കഴിഞ്ഞ സ്റ്റാൻസിൽ തന്നെ നമ്മൾ കണ്ടിരുന്നു, ഈ പ്രിസണിൽ ഇപ്പോൾ ഒരു ലിവിങ് ക്രീച്ചറും ജീവിച്ചിരിക്കുന്നില്ല എന്ന്. എല്ലാ സെൽസും ഇപ്പോൾ ഇവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. കാരണം ഈ ബിൽഡിംഗ് എന്നോ ഉപേക്ഷിക്കപ്പെട്ടതാണ് അല്ലേ. എന്തൊക്കെയോ നിഴലുകൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്നത് കാണാൻ സാധിക്കും. കാലപ്പഴക്കം മൂലം ഏറെ നശിച്ചിരുന്ന ആ ഓൾഡ് പ്രിസൺ കാറ്റിൻ്റെയും കടലിൻ്റെയും സ്ഥിരം ഇര കൂടിയാണെന്ന് പോയറ്റ് ഈ സ്റ്റാൻസിൽ പറയുകയാണ്. കടലിലൂടെ ആഞ്ഞു വീശുന്ന കാറ്റ് കൂറ്റൻ തിരമാലകളെ ക്രിയേറ്റ് ചെയ്യുകയും അവ പ്രിസണിലേക്ക് അടിച്ചു കയറി ബെയർ സ്റ്റോൺസിനെ പോലും കഴുകി പിൻവാങ്ങുന്നു. അങ്ങനെ ആ പ്രിസണിലേക്ക് അലയടിച്ചു വരുന്ന തിരമാലകളുടെ ശബ്ദവും ഒരു സോങ് പോലെയാണെന്ന് നമ്മുടെ പോയറ്റിന് തോന്നുകയാണ്. ഒരു കൈപ്പേറിയ പാസ്റ്റിൻ്റെ ഇമോഷൻസിനെയെല്ലാം കയ്പ് നിറഞ്ഞ സ്വരത്തിൽ പാടുകയാണ് ഈ വേവ്സ്, അതുപോലെ തന്നെ ഈ കാറ്റ് എന്നാണ് പോയറ്റ് ഇവിടെ പറയുന്നത്. The devastation that happened has left the building bare to its very bonds. The poet compares this scene to that of bare bonds. These bonds are old and have many stories to tell. The song is bitter because the stories here are of prison life and not that of a normal life. കാലങ്ങളായിട്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബിൽഡിംഗ് എല്ലും തോലുമായി കാണപ്പെടുന്നു എന്നാണ് പോയറ്റ് പറയുന്നത്. അതായത് വെറും അസ്ഥികൂടം പോലെ. ഈ ബോൺസ് വളരെ പഴക്കം ചെന്നവയാണ്. തീർച്ചയായും ഇവയ്ക്കെല്ലാം കുറേ കഥകൾ പറയാനുണ്ടാവും. അതൊക്കെ ആവാം ഈ ബിറ്റർ സോങ്സിലൂടെ കടലും കാറ്റും പാടിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഇതൊരു പ്രിസൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളവരുടെ ലൈഫ് സാധാരണക്കാരുടെ ലൈഫിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നിരിക്കണം. സോ ബിറ്റർ സോങ് എന്ന് തന്നെ വേണം പറയാൻ എന്നും നമ്മുടെ പോയറ്റ് പറഞ്ഞു വയ്ക്കുന്നു. അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ പോയറ്റ് ചോദിക്കുകയാണ്, ഹൂ ബിൽഡ് ദിസ് പ്രിസൺ? ലെറ്റ്സ് സീ. Then the poet asked, who built this prison? Only the waves and wind alone knew, as they had been stood there as a witness to those events that had taken place here, she says. The wind and the sea reply, saying that the cold nest of the prison is broken. The prisoners who stayed there were no longer inmates. ആരാവും ഈ പ്രിസൺ പണി കഴിപ്പിച്ചിട്ടുണ്ടാവുക? നമ്മുടെ പോയറ്റ് ചിന്തിക്കുകയാണ്. ഈ ബിൽഡിംഗ് പണി കഴിപ്പിച്ചത് ആരാണെന്നും ഇവിടെ നടന്ന സംഭവങ്ങൾ എന്താണെന്നും എല്ലാം അറിയുന്നവർ ഈ കാറ്റും അതുപോലെ തന്നെ ഈ കടലുമായിരിക്കും. കാലങ്ങളായി എല്ലാ സംഭവങ്ങൾക്കും സാക്ഷിയായവർ. ഈ കാറ്റും കടലും പോയറ്റ് ചോദിച്ച ക്വസ്റ്റിന് റിപ്ലൈ കൊടുക്കുകയാണ്. ഈ തണുത്ത പക്ഷിക്കൂട് തകർന്നിരിക്കുകയാണ്. ഈ കൂട്ടിലുണ്ടായിരുന്നവരൊക്കെ പറന്നുപോയി എന്ന്. വിച്ച് മീൻസ് ഈ പ്രിസൺ ആകെ നശിച്ചു പോയിരിക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ എങ്ങോ പോയിട്ടുണ്ടാവും എന്ന്. Towards the end of the poem, the poet was thinking about the existence of the prisoners in that old prison. Let's see. The life of the prisoners in the old prison was pretty gloom. Prisoners reside solitary in the prison. They neither married and had families, nor did they experience love. Each prisoner was left to cry in solitary cells. There was no space for happiness or joy. They might have even cried themselves to sleep, as the wind now cries as it passes through the flute-kind cells of that dilapidated prison. ശരിക്കും ഇവിടെ ജീവിച്ചിരുന്ന പ്രിസണേഴ്സിൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നിരിക്കും? വിജനമായ ഈ സ്ഥലത്ത് ഒറ്റയ്ക്ക് ജയിലിൽ കഴിയുക എന്ന് പറയുന്നത് എത്ര പേടിപ്പെടുത്തുന്നതായിരിക്കുമെന്ന് പോയറ്റ് ഓർക്കുകയാണ്. ആ പ്രിസണേഴ്സ് ഒന്നും വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നിരിക്കില്ല. അതുപോലെ തന്നെ സ്നേഹമോ പ്രണയമോ ഒന്നും എക്സ്പീരിയൻസ് ചെയ്തിരിക്കാൻ വഴിയില്ല. ആ ഒറ്റപ്പെട്ട സെല്ലുകളിൽ കിടന്ന് അവർ കരഞ്ഞിരിക്കാം. കാരണം ഇവിടെ സന്തോഷത്തിനോ ആഹ്ലാദത്തിനോ വക നൽകുന്ന ഒന്നുമില്ല. ഇന്ന് ഈ കാറ്റും കടലും ഉച്ചവെച്ച് കരയുന്ന പോലെ ചിലപ്പോൾ ഈ പ്രിസണിൽ കിടന്ന് കരഞ്ഞ് അവർ ഉറങ്ങിപ്പോയിട്ടുണ്ടാവാം എന്നും പറഞ്ഞ് നമ്മുടെ പോയറ്റ് ഈ പോയം അവസാനിപ്പിക്കുകയാണ്. ദാറ്റ്സ് ഓൾ. നമുക്ക് കൺക്ലൂഷൻ ഒന്ന് നോക്കാം. ദ ഓൾഡ് പ്രിസൺ. ദ തീം ഓഫ് ദ പോം ഈസ് ബേസ്ഡ് ഓൺ വാർ. ദ പോം ഡസ് നോട്ട് പ്രസന്റ് ആസ് വിത്ത് cheerful and happy images. Rather, it tries to create images of suffering and loneliness, the feelings that the prisoners experienced within the walls of the prison. These feelings are brought out
ത്രൂ ദ യൂസ് ഓഫ് സ്ട്രോങ് ഇമേജറി. വാർ എന്ന തീമിനെ ബേസ് ചെയ്ത് എഴുതിയതാണ് ഈ പോം. ഒരുപാട് ഇമേജസിലൂടെയാണ് പോയറ്റ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയത്, അല്ലേ? പക്ഷേ എങ്ങും ഒരു ഹാപ്പി അല്ലെങ്കിൽ ചിയർഫുൾ ഇമേജ് നമുക്ക് കാണാൻ സാധിച്ചില്ല. പകരം ആ പ്രിസൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ പ്രിസണേഴ്സ് എക്സ്പീരിയൻസ് ചെയ്ത ലോൺലിനെസ്, സഫറിങ്സ് എന്നിവയൊക്കെയാണ് കാണാൻ കഴിഞ്ഞത്. ശരിയല്ലേ? ഈ പോയത്തിലെ ഫീലിങ്സ് ഒക്കെയും വളരെ ശക്തമായ ഇമേജറീസ് യൂസ് ചെയ്ത് നമുക്ക് മുമ്പിൽ നമ്മുടെ പോയറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ സജഷൻസ് ആൻഡ് ഫീഡ്ബാക്സ് കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായി ലിറ്റർ ഹാർഡിൽസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. Thank you so much.